ഹായ് നമസ്കാരം. മൈ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. അത് നെയ്ച്ചോറും ചിക്കൻ കറിയുടെയാണ്. അതിപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, കണ്ടിട്ട് കമൻറ്റിൽ പറയുക. ആദ്യം പാത്രം വെക്കുക, അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് അതിനകത്തിട്ട് സവാള അരിഞ്ഞത് ഇടുക. അതിലേക്ക് പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഇടുക. ശേഷം 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുക. കൂടെ നമുക്ക് അതിൻ്റെ കൂടെ തക്കാളി അരിഞ്ഞത് ചേർക്കണം. നല്ലോണം വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക. മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയിലൂടെ ചേർത്ത ശേഷം നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കണം. അതിനുശേഷം ഗരം മസാല പൗഡർ ശകലം ചേർക്കുക. കൂടെ നമുക്ക് കഷ്ണങ്ങളാക്കിയ ചിക്കൻ പീസുകൾ ചേർക്കാം. എല്ലാം കൂടെ ചേർത്ത ശേഷം നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച ശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർക്കുക. അതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കുക. തിള വന്നു കഴിഞ്ഞ ശേഷം തുറന്നു നോക്കുക. ഇപ്പോൾ നല്ലോണം തിളച്ച് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കത് മൂടി വെക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറിനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഗരം മസാല ചേർക്കുക. അതിലേക്ക് ശകല സവാളയും കൂടെ ചേർക്കുക, അരിഞ്ഞു വെച്ച സവാള. ഇത് ഇളക്കിയ ശേഷം നമുക്ക് വെച്ചിട്ട് 10 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 1.5 കിലോ അരി ചേർക്കാൻ വേണ്ടിയാണ്. കൂടെ നമുക്ക് ഉപ്പും കൂടെ ചേർക്കണം. ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ച് ഇതിന് തിള വന്ന് അതിനകത്തിട്ട് നമുക്ക് ബിരിയാണി അരി ഇടാം. ബിരിയാണി അരി വെച്ച ശേഷം ഒന്ന് മൂടി വെക്കുക. നല്ലോണം ഇളക്കണം. ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കുക. ഈ തിള വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. പിന്നെ ഒന്ന് അതിൻ്റെ മേലോട്ട് നമുക്ക് ഇനിയിപ്പോൾ നെയ്യ് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി മൂടി വെക്കണം. അങ്ങനെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മൂടി വെച്ചിട്ട് നമുക്ക് വാങ്ങി വെക്കാൻ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഈ എല്ലാ നെയ്ച്ചോറും ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അത് ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.